സ്ഥിതിയിലിരിക്കുക. സാവധാനം ഇടതുവശം ചരിഞ്ഞ് മലർന്ന് കിടക്കുക. കാലുകൾ മിനിമം 2 അടി അകലത്തിൽ, കൈകൾ 45 ഡിഗ്രി അകലത്തിൽ മലർത്തിയിടുക. തല നേരെ വയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഇരു കാലുകളും ചേർത്ത് വയ്ക്കുക. കൈകൾ തലയ്ക്ക് പിറകിലേക്ക് കൊണ്ടുപോകുക. കൈകൾ കോർത്ത് ശരീരത്തെ നന്നായി നീട്ടി വിരിക്കുക. അതിനുശേഷം സ്ഥിതിയിലേക്ക് വരിക. ഇരു കൈകളും ശരീരത്തിൻ്റെ ഇരുവശങ്ങളിലുമായി കമഴ്ത്തി വയ്ക്കുക. സാധാരണ പോലെ തന്നെ ശ്വാസം എടുത്തു വിട്ടുകൊണ്ട് 2 കാലുകളും മുട്ട് വളയ്ക്കാതെ ഒപ്പം മുകളിലേക്കെടുത്ത് മുട്ടുകൾ മടക്കുക. കൈകൾ കോർത്തു പിടിച്ച് കാൽമുട്ടുകൾ വട്ടം പിടിക്കുക. കോർത്തു പിടിച്ച കൈകൾ കൊണ്ട് കാൽമുട്ടുകളെ വട്ടം പിടിച്ച് മുട്ടും തുടയും നെഞ്ചിനോടടുപ്പിക്കുക. അപ്പോൾ പൃഷ്ഠഭാഗം നിലത്തു നിന്നും ഉയരാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളണം. കാൽമുട്ടുകൾ പരമാവധി നെഞ്ചിനോട് അടുത്തു കഴിഞ്ഞാൽ ദീർഘമായി ശ്വാസം എടുത്ത് അല്പനേരം നിർത്തിയ ശേഷം ശ്വാസം വിടുന്നതിനോടൊപ്പം നെഞ്ചും തലയും തോളും പൊക്കിക്കൊണ്ടുവന്ന് കാൽമുട്ടുകളുടെ നടുവിൽ മൂക്കെത്തിക്കുവാൻ നോക്കുക. ഈ ശ്രമത്തിൽ അരക്കെട്ട് നിലത്തു നിന്നും പൊങ്ങാനിടവരരുത്. ശേഷം ശ്വാസം മുഴുവൻ വിട്ടുതീർന്ന അവസ്ഥയിൽ 3 സെക്കൻഡ് നിന്നിട്ട് ശ്വാസം സാവധാനം എടുക്കുക. തലയും കൈകാലുകളും അതാത് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി വയ്ക്കുക. കുറഞ്ഞത് 5 പ്രാവശ്യം ഇത് ചെയ്യാൻ ശീലിക്കുക. പൂർണ്ണ പവനമുക്താസനം. പൂർണ്ണ പവനമുക്താസനം കൊണ്ടുള്ള ശാരീരിക ഗുണങ്ങൾ: ഗ്യാസ് ട്രബിളും മലബന്ധവും മാറുന്നു. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് കാര്യക്ഷമത വർദ്ധിക്കുന്നു. പ്രസവത്തിന് ശേഷം വയർ ചുരുങ്ങാൻ ഇത് നല്ലൊരു അഭ്യാസമാണ്. പ്രസവം കഴിഞ്ഞ് 3 മാസമായാൽ ഈ ആസനങ്ങൾ അഭ്യസിക്കാവുന്നതാണ്. കുറച്ചു കാലത്തെ പരിശീലനത്തിന് ശേഷം പൂർണ്ണ പവനമുക്താസനം 5 തവണയെങ്കിലും ചെയ്യാൻ ശീലിക്കുക. താങ്ക് യു.